ഇനി നമുക്ക് നമ്മുടെ ഗെയിം സോണിലേക്ക് കടക്കാം. അപ്പോൾ ക്യാപ്റ്റൻസ് റെഡി ആണല്ലോ? ബിനിച്ചേണ്ടും ഉല്ലാസേണ്ടും റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം പറയാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിജയിക്ക് നമ്മൾ സമ്മാനമായി നൽകുന്നത് ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ് നൽകുന്ന ഒരു സമ്മാനമായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റന് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു ഷർട്ടാണ്. അപ്പോൾ റെഡിയാണല്ലോ രണ്ടുപേരും? റെഡിയാണ്. ഇനി ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ പോരാളികളെയാണ് അല്ലേ? അപ്പൊ മത്സരിക്കാൻ രണ്ടാളുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഓടിച്ചാടി വരുന്ന രണ്ടുപേര്. ആരാണ് വരിക? പേരെന്താണ്? എൻ്റെ പേര് മേഘ. കൈരളി വിദ്യാഭവൻ പഠിക്കുന്നു. കൈരളി വിദ്യാഭവൻ. ഓക്കെ ഓക്കെ, ശരി. മേഘ വീട് എവിടെയാണ്? ആര്യനാട്. ആര്യനാട്, ശരി. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പിന്നെ എത്ര പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത കുട്ടിയിലേക്ക് പോവാം. കുട്ടി? എൻ്റെ പേര് ദേവിക. ഞാൻ പഠിക്കുന്നത് +1 ഓക്കെ. പഠിക്കുന്നത് കൈരളി വിദ്യാഭവൻ. വരുന്നത് കുട്ടിച്ച്. ഓക്കെ, അപ്പൊ രണ്ടുപേരും റെഡി ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടല്ലേ? ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആണ് സ്റ്റേജിൽ. ഓക്കെ, ഇത് നിങ്ങളുടെ കോർട്ടാണ്, ഇത് ഉല്ലാസേട്ടൻ്റെ കോർട്ടാണ്. അപ്പൊ രണ്ട് ടീമിനും ഉള്ള ഒരു മത്സരം എന്താണെന്ന് വെച്ചാൽ ഗെയിം വളരെ എളുപ്പമാണ് കേട്ടോ. ചെറിയ ചെറിയ ഒരു എന്താണ് പറയുക ഗെയിമാണ്. നമ്മളെല്ലാവരും ട്രഷർ ഹണ്ട് കളിച്ചിട്ടുണ്ടല്ലോ? ഇല്ലേ? കളിച്ചല്ലേ? രണ്ടുപേരും കളിച്ചല്ലേ? കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു ട്രഷർ ഹണ്ട് ആയിട്ട് വരും. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ട്രഷർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ആണ്. ഇതിൽ ഏതിലോ ഒരു ഒബ്ജക്റ്റിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഗെയിം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഓടിച്ചില്ല നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലൂവോ ഒരു ഹിൻഡോ ഉണ്ടാവും. ഒരു പേപ്പറിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. ആ പേപ്പർ നിങ്ങളുടെ ക്യാപ്റ്റന് നിങ്ങൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ക്യാപ്റ്റൻ നിങ്ങളെ സഹായിക്കും. അടുത്ത ഏത് ഒബ്ജക്റ്റ് ആണെന്ന് പറയും. ചെല്ല അടുത്ത ഒബ്ജക്റ്റിലേക്കുള്ള ക്ലൂ അവിടെ ഉണ്ടാവും. അത് ക്യാപ്റ്റൻ്റെ കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും നമ്മുടെ ഫ്ലാഗ്, ഇന്നത്തെ നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ കണ്ടെത്തുന്നത് വരെ. ഓക്കെ, ഫസ്റ്റ് ആര് കണ്ടെത്തുന്നോ അയാളായിരിക്കും ഇതിൻ്റെ വിജയ്. ഓക്കെ, അപ്പോൾ എന്നാലും സമ്മാനം കിട്ടുന്ന കാര്യമാണ്. ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസിൻ്റെ ഒരു സമ്മാനമായിരിക്കും. ക്യാപ്റ്റൻ ആണെങ്കിൽ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മത്സരിച്ചോളാം. മോൾക്ക് മാത്രമല്ല, അതെ, മോള് തോറ്റാൽ എന്റെ സമ്മാനോടാണ് പോകുന്നത്. വേണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മഴയത്തും വെയിലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു. നിങ്ങൾക്ക് പിടിയിട്ടെങ്കിൽ വേഗം ഓടിച്ചില്ല. ക്ലൂവിലേക്ക് നിങ്ങൾ വേഗം കണ്ടെത്തുക. മൈക്ക് തന്നോളൂ. വേഗം വേഗം ക്യാപ്റ്റൻ ഹെൽപ്പ് ചെയ്യൂ. ഇതിൽ ഏത് വസ്തുവാണ് ഇവിടെ ഉള്ളത് നോക്കൂ. ഷർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബിനുചേന്റെ ഷൂ ആണ് കിട്ടിയിരിക്കുന്നത്. വേഗം വേഗം വലിച്ച് പുറത്തിട്. നിങ്ങളുടെ കൈയുടെ സ്വരം പറയട്ടെ. നല്ല കൈ അടിക്കണം. എവിടെ എവിടെ കോമഡി മസാല? ആ ബാക്കി അതൊരു സാധനം ഇല്ലല്ലോ. നമുക്ക് ഉള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ ഉള്ളൊരു വസ്തു ഇതിന്റെ അകത്ത് ഉണ്ടാവും. ക്യാപ്റ്റൻ പോയാ അത് കളഞ്ഞാലോ? ഇതാണോ? എവിടെ? അല്ല, അടുത്ത സാധനം കണ്ടുപിടിക്കണം. ഈ കിട്ടുന്ന പേപ്പേഴ്സിൽ ഏതെങ്കിലും ഓരെണ്ണം ആയിരിക്കും നിങ്ങൾ അടുത്ത ഒബ്ജക്റ്റിലേക്കുള്ള ക്ലൂ. വിളക്കില്ല. രണ്ടുപേരും നല്ല ആദ്യം മത്സരിക്കണം. എനർജി പോരാ. ലോൺ വേണോ വേണ്ട? പൊട്ടിക്കണം പൊട്ടിക്കണം, പൊട്ടിച്ചാലേ കിട്ടുള്ളൂ. ആ വെരി ഗുഡ്. ഇതല്ലേ? എന്താ ഒരു സന്തോഷം. ഉല്ലാസേട്ടാ സന്തോഷായില്ലേ? എന്താ ബിനിച്ചേട്ടാ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അവർക്ക് വിട്ടുകൊടുത്താണെന്ന് മാത്രം പറയരുത്. ഓക്കെ, സോ നമ്മുടെ വിജയിക്ക് സമ്മാനമായി ലഭിക്കുന്നു ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഒപ്പം നമ്മുടെ ക്യാപ്റ്റൻ ഉല്ലാസേട്ടന് ലഭിക്കുന്നത് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു അടിപൊളി ഷർട്ടാണ്. സ്വാതന്ത്ര്യ ദിനത്തോട്
സെലിബ്രേഷനോടനുബന്ധിച്ച് തന്നെ ഇന്ന് നമ്മുടെ കോമഡി മസാലയുടെ ഈ ഒരു വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമറെയാണ് ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് നമ്മളെല്ലാവരും കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. സോ നമുക്ക് എല്ലാവർക്കും ഒരു നിറഞ്ഞ കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ജയകുമാർ കലാഭവൻ. കോമഡി മസാലയുടെ നമ്മുടെ ഈ ഒരു സെലിബ്രേഷനോടനുബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു സ്പെഷ്യൽ വ്യക്തിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് ജയേട്ടനെയാണ്. അപ്പോൾ എന്തായാലും ജയേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. അമൃത ടി വിയുടെ കോമഡി മസാല എന്ന പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ഫ്ലോർ തന്നതിൽ മതിയായ സന്തോഷം. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത സഹപ്രവർത്തകരായ ബിനു അടിമാലി, ഉല്ലാസ് പന്തളം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം. നെറ്റ്സനും നോബിയൊക്കെ ഉണ്ട്, ഇന്ന് അവരുള്ളതുകൊണ്ട് പറയുകയാണ്, കൊണ്ടുപോകുന്ന പ്രോഗ്രാം. ആ ഒരു ഫ്ലോറിൽ കോമഡി മസാലയിൽ വരാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ചേട്ടാ ഇവിടെ ഈ ഒരു വേദിയിൽ വന്നിരിക്കണത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് മിമിക്രി ആണോ? ഇന്ന് മിമിക്രിയാണ്. മിമിക്രിയിലെ 1-2 നടന്മാരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്. പക്ഷേ അത് അനുകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹപ്രവർത്തകരായ ഉല്ലാസ് പന്തളവും ബിനു അടിമാലിയും അദ്ദേഹം കലാഭവനിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവരെയും ഈ വേദിയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് നമ്മുടെ മിമിക്രിയിലേക്ക് കടക്കാം. അപ്പോൾ ചേട്ടാ തുടങ്ങല്ലേ? മിമിക്രി എന്ന് ഒരു പണ്ട് കാലത്ത് ചെയ്തുകൊണ്ട് സത്യമാഷൊക്കെ ആയിരുന്നു. ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ എല്ലാവർക്കും ന്യൂ ജനറേഷൻ നടന്നിട്ടാണ്ട് കുറച്ച് നടന്മാരുടെ ശബ്ദം ഞാൻ ഒന്ന് തന്നെ അനുകരിക്കും, പിന്നെ ബിനുവറിനെ അനുകരിക്കും, ഇങ്ങനെ കുറച്ച് നടന്മാരുടെ ശബ്ദം. അതേമായിട്ട് ഇപ്പം എല്ലാ സിനിമയിലുള്ള ഒരു നടനാണ്, കോട്ടയം നിവാസിയാണ്, എൻ്റെ നെയ്ബറായ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞ നടൻ. കോട്ടയം പ്രദീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. കോട്ടയം പ്രദീപ്. ഇത് എന്നതാടാ, മഴവില്ലോ? നീ എന്നതാടാ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? ഇവിടെ മൂന്നാറുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്, ഇവിടെയൊക്കെ പോയാൽ പോരേടാ. നിനക്ക് എന്നാടാ പട്ടാലയിൽ തന്നെ പോകണമെന്ന് ഇത്ര നിർബന്ധം? പുട്ടെന്ന് പറഞ്ഞാലേ എലൈറ്റ് പുട്ട്, തകർത്തു തിമിർത്തു കലക്കി. അടുത്തത് ഒരു പഴയകാല നടനാണ്, GK പിള്ള സാർ എന്ന് പറയും. നമുക്കറിയാം ഒരുപാട് സിനിമയിൽ സത്യമാഷിനെയൊക്കെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് GK പിള്ള സാറ്. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആളുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് ആളെ പിടികിട്ടി. പേര് പറഞ്ഞു മനസ്സിലായില്ലേ? ഇല്ല. പാവം ഞാൻ. അടുത്തത് ബിനുവിന്റെ വളരെ മനോഹരമായിട്ട് ബിനു ചെയ്യുന്ന ഒരു സ്റ്റാറാണ് ശ്രീനിവാസൻ ചേട്ടൻ. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാണ മാറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ട എടുക്കുക, ആ കോഴിയുടെ പരിപ്പിളയെ കാണുമ്പോൾ രാധ ഓർഡർ നിൽക്കൂ രാധ. ഇത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. ഞാൻ അമിനത്താത്തനെ ഒന്ന് എടുത്തു അപ്പൊ ശ്രീനിവാസനാവുമെന്ന് അറിയാലോ. ആയിക്കോട്ടെ. ഇനി അടുത്തത് ഇപ്പം തട്ടിമുട്ടി സീരിയലിലെ നായക കഥാപാത്രം അർജുനൻ എന്ന കഥാപാത്രം ചെയ്യുന്ന കരുനാഗപ്പള്ളി ജയകുമാറിന്റെ ശബ്ദം എടുക്കാൻ ശ്രമിക്കാം. മോഹനല്ലേ? അയ്യോ അമ്മേ, അർജന്റീനയുടെ കളി കാണാൻ പോകാൻ എനിക്കൊരു 1000 രൂപ തരാമോ? ഇല്ലല്ലേ? എന്നാൽ ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാപ്പഴമേ. വേണ്ടല്ലേ? അമ്മേ, ഈ ചുംബന സമരത്തിന് പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകണോ അതോ അവിടെ നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ? ഇല്ലല്ലേ? എന്നാൽ ഞാൻ പിന്നെ വരാം. സൂപ്പർ. ഇനി അടുത്ത ഉല്ലാസേട്ടനാണോ അത് ജയേട്ടനാണോ? അല്ലല്ല, ഞാൻ ലാസ്റ്റിലൊരു കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളൊരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ചു. ഗോളിയർ നെയ്യാറ്റാൻസിൻ്റെ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ അസിംഹത്തിൻ്റെ പടയിൽ. ഗുരുവിൻ്റെ കവറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോങ്കി സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ഹൈ. അടുത്തതായിട്ട് ഒരു പഴയകാല നടനാണ്, ഒരു വില്ലൻ നടനാണ്. മലയാള സിനിമയിലെ ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ, ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയ ബാലൻ നായർ എന്ന് പറഞ്ഞ നടനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പഴയകാല വില്ലൻ നടൻ ബാലൻ നായർ. ആന്ധ്രാക്കാരൻ ഒരു സുന്ദരിയെ പറ്റോ? നിന്റെ മകൻ ചിരി കണ്ടാൽ അവനെവിടെയുണ്ട്?
അറിയാം, പറയില്ല, മകനല്ലേ? ഈ കെ നയനാരും പി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ലേ? ഇനി ഉല്ലാസ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രേക്ഷകർക്ക് എന്താണ് പങ്കുവയ്ക്കുന്നത്? ഞാൻ ജോസ് പ്രകാശ് സാറിൻ്റെ വില്ലൻ. അതെ, ബാലൻ കെ നായർ സാറിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജോസ് പ്രകാശ് സാർ. വില്ലൻ. വെൽഡൺ മിസ്റ്റർ ബാബു, ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. മിസ്റ്റർ ബാബു, ഇന്ന് രാത്രി 12 മണിക്ക് പുറകടലിലൊരു കപ്പൽ വരും. അതിൽ നിറയെ സ്വർണവും രത്നവുമായിരിക്കും. വളരെ സുരക്ഷിതമായി അതിൻ്റെ രഹസ്യ താവളത്തിൽ എത്തിച്ചാൽ നിനക്ക് ഞാൻ 150 രൂപ തരും. സോ കോമഡി മസാലയുടെ ഈ ഒരു വേദിയിലെത്തി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ജയേട്ടന് നമ്മൾക്ക് ഇനി ഒരു സമ്മാനം കൊടുക്കാം. സോ കോയിൻ ഷർട്ടൻ ട്രൗസേഴ്സ് നൽകുന്ന ഒരു ഉപഹാരമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ നൽകുന്നത്. അപ്പോൾ ബിനു ചേട്ടനും ഉല്ലാസേട്ടനും ഒരുമിച്ച് ആ ഒരു സമ്മാനം നമുക്ക് ജയേട്ടന് കൈമാറാം.